Hello friends, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ടെലിഗ്രാമിലെ 10 കിടിലൻ ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളൊരു ടെലിഗ്രാം യൂസർ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു ട്രിക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് തോന്നും. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നേരെ വീഡിയോ കിട്ടും. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ ട്രിക്കിലേക്ക് പോകാം. കാരണം വീഡിയോയുടെ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നും. സോ ഫസ്റ്റ് ട്രിക്കിലേക്ക് പോകും. ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ ടെലിഗ്രാമിലൂടെ ഒരു മെസ്സേജ് ഇപ്പോൾ ആരെങ്കിലും മെസ്സേജ് അയക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴോട്ടേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അയാളെ കണ്ടുപിടിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ബാർ പോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ അയാൾക്ക് മെസ്സേജ് അയക്കണം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രിക്കാണ് ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെക്ഷൻ ബൈ സെക്ഷനായിട്ട്, അതായത് ഇപ്പോൾ ഒരു ഭാഗത്ത് ഫ്രണ്ട്സ്, ഒരു ഭാഗത്ത് ഫാമിലി, ഒരു ഭാഗത്ത് ഇങ്ങനെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെക്ഷൻ ബൈ സെക്ഷൻ ഒരു ഫോൾഡർ ബൈ ഫോൾഡർ ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഫ്രണ്ട്സ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് 2 ഫോൾഡർ ബൈ ഫോൾഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് അവർക്ക് മെസ്സേജ് അയക്കാൻ കഴിയും. ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഫ്രണ്ട്സിൻ്റെ ആ ഒരു സംഭവത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. സോ അങ്ങനെ നമുക്കിങ്ങനെ ഫോൾഡർ ബൈ ഫോൾഡർ ആയിട്ട് ചെയ്യാൻ കഴിയും. സോ അതെങ്ങനെയാണെന്നാണ് ഒന്നാമത്തെ ട്രിക്ക്. സിമ്പിളാണ്, ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന്. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ ടെലിഗ്രാം ഓപ്പൺ ആക്കിയ ശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് താഴോട്ട് പോയാൽ ഫോൾഡേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. സോ ആ ഒരു ഫോൾഡേഴ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ന്യൂ ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും അടിയിലായിട്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഫസ്റ്റ് തന്നെ ഒരു നെയിം കൊടുക്കാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ട ഒരു നെയിം നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്രണ്ട്സ് 2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആഡ് ചാറ്റ്സ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ കോൺടാക്ട്സ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടത് ആഡ് ചെയ്യാവുന്നതാണ്. സോ ആഡ് ചെയ്യുന്ന ശേഷം അവിടെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ ആഡ് ആയിട്ട് കാണാൻ കഴിയും. സോ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചാറ്റ് ക്ലിക്ക് ചെയ്യാം. പക്ഷേ മുകളിൽ സേവ് ബട്ടൺ കാണാം. ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഫോൾഡർ അവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ബാക്കോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സംഭവം ഫ്രണ്ട്സ് 2 എന്നുള്ള ഒരു അവസാനമായിട്ട് ആ ഒരു സെക്ഷൻ കാണാൻ കഴിയും ഫോൾഡറായിട്ട്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരാൾക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ കഴിയും. സോ നെക്സ്റ്റ് ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ടെലിഗ്രാമിലൂടെ നിങ്ങളുടെ ഫോട്ടോയും വീഡിയോയും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. സോ വാട്സപ്പ് ഇല്ലാത്ത ഒരുപാട് എഡിറ്റിംഗ് ടൂൾസൊക്കെ ഈ ഒരു ടെലിഗ്രാമിലുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. സോ നിങ്ങൾ ആദ്യം അതിന് വേണ്ടി ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് എടുക്കുക. ഞാനിപ്പോൾ ഒരു കോൺടാക്റ്റ് എടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം നിങ്ങൾ സാധാരണ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക. ഞാനിപ്പോൾ ഒരു ഫോട്ടോ നിങ്ങളിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഞാനിപ്പോൾ ഫോട്ടോ ആണ് കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും താഴെയായിട്ട് ക്രോപ്പിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. സോ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധാരണ ക്രോപ്പ് ചെയ്യുന്ന പോലെ വാട്സപ്പൊക്കെ ഉള്ള പോലെ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാം. അതിനപ്പുറം നിങ്ങൾക്ക് ബ്രഷിൻ്റെ ഒരു ടൂൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാം, അത് അതിൻ്റെ കളർ മാറ്റാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനടുത്തതായിട്ട് നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. സോ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ഒരുപാടുണ്ട്. അങ്ങനെ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ടെക്സ്റ്റിൻ്റെ കളറുകൾ മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ പല രീതിയിൽ നിങ്ങൾക്ക് ഔട്ട്ലൈൻഡ് ആയിട്ടും അതുപോലെ തന്നെ റെഗുലറും അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ടെക്സ്റ്റിൻ്റെ കളറുകളാക്കി മാറ്റാൻ കഴിയും. സോ ഞാനിപ്പോൾ ഡൺ കൊടുക്കാനും. അടുത്ത മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മുടെ കളർ ഗൈഡ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് ഓപ്പൺ ആക്കി ഇതുപോലെ ഇൻ്റർഫേസ് കാണാമെങ്കിൽ നമ്മൾ സാധാരണ കളർ ഗൈഡ് ചെയ്യുന്ന നമ്മൾ സാധാരണ എഡിറ്റ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. എൻഹാൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി. പിന്നെ അടുത്തത് എക്സ്പോഷർ, അതിനടുത്തായിട്ട് നിൽക്കിടെ കോൺട്രാസ്റ്റ് എന്ന് കാണാൻ കഴിയും. പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. സാച്ചുറേഷൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനടിയിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ രണ്ടാമതായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ കഴിയും, ബ്ലർ ചെയ്യുന്നൊരു ഓപ്ഷൻ. നിങ്ങൾ സാധാരണ എഡിറ്റിംഗ് ടൂളൊക്കെ കാണാൻ കഴിയും. റേഡിയൽ ലൈനർ എന്ന് പറഞ്ഞിട്ട് ഒരു റൗണ്ട് രീതിയിലും പിന്നെ ഒരു ഈ ഒരു രീതിയിലൊക്കെ ആയിട്ടുള്ള. സോ അങ്ങനെ നിങ്ങൾക്ക് ബ്ലറിൻ്റെ ആ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ അടുത്തതായിട്ട് നിങ്ങൾക്ക് കർവ് ടൂൾ കാണാൻ കഴിയും. ഇത്രയൊക്കെ സംഭവങ്ങളാണ് ഇതിലുള്ളത്. കർവ് ടൂൾ വരെ ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രീനും അങ്ങനെ സംഭവം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ടൈമറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. സാധാരണ നിങ്ങൾക്കറിയാമല്ലോ. സോ അങ്ങനെ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ കഴിയും. സോ ഇനി അടുത്ത വീഡിയോ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വീഡിയോ ഇതുപോലെ തന്നെയാണ്. വീഡിയോയിൽ നിങ്ങൾ ഇതുപോലെ തന്നെ സെയിം സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ബ്രഷ് ടൂൾ ഉണ്ട്. അതുപോലെ തന്നെ എഡിറ്റിംഗ് ടൂൾ, ഇത് സെയിം ഈ അതേ ഓപ്ഷൻ തന്നെയാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ പുതുതായിട്ട് അതിലുണ്ട്. നിങ്ങൾക്ക് കാണുകയും HD+ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാരിറ്റിയും കൂട്ടാനും കുറക്കാനും ഒക്കെ കഴിയും. സോ അങ്ങനെ നിങ്ങൾക്ക് സംഭവമൊക്കെ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇവിടെ. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ക്ലിയർ കുറയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ടെലിഗ്രാമിലൂടെ അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് സെൻഡ് വിത്തൗട്ട് കംപ്രഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സാധാരണ ഡോക്യുമെൻ്റായിട്ട് നമ്മൾ വാട്സപ്പിലൂടെ അയക്കാറുണ്ടല്ലോ നമ്മൾ ക്ലിയർ കുറയാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ഇതിലൂടെ ക്ലിയർ കുറയാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ആയാലും ഫോട്ടോ ആയാലും ഡോക്യുമെൻ്റ് ആയാലും എന്തും നിങ്ങൾക്ക് അയക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ വാട്സപ്പിലൂടെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. 80 MB 100 MB ഒക്കെ ആണുള്ളത്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് 2 GB വരെ നിങ്ങൾക്ക് ഡോക്യുമെൻ്റായിട്ട് അയക്കാൻ കഴിയും. സോ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത.
അതുപോലെ തന്നെ പറഞ്ഞല്ലോ ഈ എഡിറ്റിംഗ് ടൂളും ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ ടിക്കിലേക്ക് പോകാം. സോ മൂന്നാമത്തെ ടിക്ക് എന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ടെലിഗ്രാമിലൂടെ സീക്രട്ട് ചാറ്റ് ചെയ്യാൻ കഴിയും. അതെ, നിങ്ങളിപ്പോൾ സാധാരണ ടെലിഗ്രാമിലൂടെ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്യൂർ ആയിട്ട് തന്നെയാണ് സംഭവം ഉണ്ടാവുക. പക്ഷേ ഇത് കുറച്ചും കൂടി സെക്യൂർ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനോ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ഫുൾ സെക്യൂർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സീക്രട്ട് ചാറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ സീക്രട്ട് ആയിട്ട് ചാറ്റ് ചെയ്യാൻ കഴിയും. സോ അതെങ്ങനെയാണെന്നാണ് അടുത്ത ടിക്ക് എന്ന് പറയാൻ പോകുന്നത്. ഇത് കുറേ പേർക്ക് അറിയായിരിക്കും, എന്നാലൊന്ന് പറഞ്ഞുതരാം. സംഭവം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഒരു കോൺടാക്റ്റ് എടുക്കുക. ഞാനിപ്പോൾ ഒരു കോൺടാക്റ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ അതിൽ ആ ഒരു കോൺടാക്റ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് സീക്രട്ട് ചാറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ നിങ്ങൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ സീക്രട്ട് ചാറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ബ്ലാക്ക് ആയിട്ടാണ് കാണാൻ കഴിയുക. കാരണം സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടും ഒന്നും എടുക്കാൻ കഴിയില്ല. സോ അത്രയ്ക്കും സെക്യൂർ ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ നാലാമത്തെ ടിക്ക് എന്ന് പറയാൻ പോകുന്നത് പാസ്കോഡ് എന്നുള്ളൊരു ടിക്കാണ്. അതായത് നിങ്ങൾ സാധാരണ വാട്സപ്പിലൂടെയൊക്കെ നമ്മൾ കോഡ് വെക്കുന്നത് പോലെ തന്നെ നമുക്ക് ടെലിഗ്രാമിലും ഇങ്ങനെ ഒരു കോഡ് വെക്കാൻ കഴിയും, ഒരു പാസ്വേഡ് വെക്കാൻ കഴിയും. സോ അതെങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് ഫിംഗർ വേണമെങ്കിൽ ഫിംഗർ വെക്കാം, അതുപോലെ തന്നെ പിന്നും വെക്കാൻ കഴിയും. സോ രണ്ടും ഒരുമിച്ച് വെക്കാൻ കഴിയും. നമ്മൾ വാട്സപ്പിലുള്ള അതേ സംഭവം തന്നെയാണ്. സോ അതെങ്ങനെയാണെന്നാണ് ഈ നാലാമത്തെ ടിക്ക് എന്ന് പറയാൻ പോകുന്നത്. സോ അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ ടെലിഗ്രാം ഓപ്പൺ ആക്കുക. അതിനുശേഷം നിങ്ങൾ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങളുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പാസ്കോഡ് ലോക്ക് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് എനാബിൾ ചെയ്ത് കൊടുത്താൽ ഒരു പിൻ കൊടുക്കും. ഞാൻ ഇപ്പോൾ 1 2 3 4 ദിവസം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിനടിയിൽ എനിക്ക് ഇവിടെ ചേഞ്ച് പാസ്കോഡ് എന്നും പിന്നെ അതിന് അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻറ്റ്, അതായത് നിങ്ങളുടെ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിംഗർ പ്രിൻ്റായിട്ട് ഇതിൽ ലോക്ക് തുറക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഓട്ടോ ലോക്ക് എന്നൊരു സംഭവമുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ടെലിഗ്രാം ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് ലോക്കാക്കാൻ കഴിയും. സോ ഇത് നിങ്ങൾ ക്ലോസ് ചെയ്ത പാട് ലോക്കാവില്ല. അതിൽ നിങ്ങൾക്ക് ഓട്ടോ ലോക്കിൽ നിങ്ങൾ ടൈം സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. ഇപ്പോൾ 1 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ 1 മിനിറ്റ് ആയാലും അങ്ങനെ ആ ഒരു സംഭവം ഇതാക്കാവുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് നാലാമത്തെ ടിക്ക് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ടിക്ക് എന്ന് പറയാൻ പോകുന്നത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള സെറ്റിങ്സിൻ്റെ അരിയിൽ തന്നെ ഉള്ളതാണ്. പാസ്കോഡിൻ്റെ സെറ്റിങ്സ് പറഞ്ഞല്ലോ, അവിടെ തന്നെയുള്ള സംഭവം തന്നെയാണ്. ആ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി തന്നെ നിങ്ങൾക്കൊരു പ്രൈവസീൻ്റെ സെറ്റിങ്സ് തന്നെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും പ്രൈവസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ അവിടെ കാണാൻ കഴിയും. സോ അതിൽ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് യൂസേഴ്സ്, നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ കാണാൻ കഴിയും, നിങ്ങൾക്ക് അൺബ്ലോക്ക് ചെയ്യാൻ കഴിയും. സോ ആ ഫോൺ നമ്പർ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഞാനിപ്പോൾ മൈൻ കോൺടാക്ട്സ്, അതായത് എൻ്റെ കോൺടാക്ട്സ് മാത്രമേ എൻ്റെ നമ്പർ കാണാൻ കഴിയുള്ളൂ, അങ്ങനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എവരിബഡി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആ ഒരു നമ്പർ കാണാൻ കഴിയും. അവിടെ നോബഡി എന്നുണ്ട്, അത് ആർക്കും കാണാൻ കഴിയില്ല, അങ്ങനെ സെറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ മൈ കോൺടാക്ട്സ്, എൻ്റെ കോൺടാക്ട്സ് തന്നെ കുറച്ച് ആൾക്കാർക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അടിയിലായിട്ട് ആഡ് എക്സെപ്ഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോബഡി ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിൽ ഏതെങ്കിലും 1 2 ആൾക്കാർക്ക് മാത്രം എൻ്റെ നമ്പർ കാണുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ സെറ്റ് ചെയ്യാൻ കഴിയും. സോ അങ്ങനെ നിങ്ങൾക്ക് എല്ലാത്തിലും സെറ്റ് ചെയ്യാൻ കഴിയും. അതായത് ഫോൺ നമ്പർ സെറ്റ് ചെയ്യാൻ കഴിയും, ലാസ്റ്റ് സീന് കാണുന്നത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ പ്രൊഫൈൽ ഫോട്ടോ, പിന്നെ ഫോർവേഡ് മെസ്സേജ്, അപ്പോൾ നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന ആളാണ് ഫോർവേഡ് ചെയ്തതെന്ന് അവിടെ കാണാൻ കഴിയും. സോ അത് നിങ്ങൾക്ക് ആരാ കാണേണ്ടത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ കോൾ ചെയ്യുന്നത്, അതായത് ആരൊക്കെയാണ് നമ്മുടെ കോൾ ചെയ്യേണ്ടത് എന്നത് സെറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഗ്രൂപ്പ്, അപ്പോൾ നമ്മൾ ആരെങ്കിലും ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. സോ ഇതൊരു പ്രൈവസീൻ്റെ ഭാഗമായി ചില സെറ്റിങ്സ് ആണ്. ഇതിന് മുമ്പ് ഉള്ള ഒരു സെറ്റിങ്സ് തന്നെയാണ്, എന്നാൽ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി എന്ന് പറഞ്ഞതാണ്. അടുത്ത ടിക്കിലേക്ക് പോകാം. സോ അടുത്ത ടിക്ക് എന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ തന്നെ കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ചാറ്റ് ബോക്സ് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഫോണ്ട് മാറ്റാൻ കഴിയും, അങ്ങനെ കളർ മാറ്റാൻ കഴിയും. ഓരോന്നിനെ ഓരോ സംഭവം എനിക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. വാട്സപ്പിൻ്റെ തൊട്ട് വെറും ബാക്ക്ഗ്രൗണ്ട് മാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഫുള്ളായിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. സോ അതെങ്ങനെയാണെന്നാണ് അടുത്ത ടിക്ക് എന്ന് പറയാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ് പോവുക. സെറ്റിങ്സ് പോയ ശേഷം നിങ്ങളുടെ അടിയിലായിട്ട് ചാറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഇൻ്റർഫേസ് കാണാൻ കഴിയും. സോ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ടെക്സ്റ്റ് സൈസ് എന്നിട്ട് അതിൻ്റെ സൈസ് ഇങ്ങനെ കൂട്ടാൻ കുറക്കൊക്കെ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അടിയിലായിട്ട് ചേഞ്ച് ചാറ്റ് ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. അതിൽ തന്നെ അവർ ഒരുപാട് ഇൻബിൽഡായിട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ അതിലൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഇവിടെ ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മോഷൻ, അതിങ്ങനെ മൂവ് ചെയ്യുന്ന രീതിയിലാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. സോ ഞാൻ ബ്ലർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൂടെ ആണെങ്കിൽ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കളർ സെപ്പറേറ്റ് ആയിട്ട് കളർ സെലക്ട് ചെയ്യാൻ കഴിയും. സോ അത് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ കൂടെ കാണാമെങ്കിൽ കളർ തീം, അതായത് നിങ്ങൾക്ക് ഡേ, ഡാർക്ക്, നൈറ്റ്, അങ്ങനെ നിങ്ങൾക്ക് പല ഓപ്ഷനുകളുണ്ട്. അതുപോലെ തന്നെ അതിൽ ഓരോന്നിലും ഓരോ ഓപ്ഷൻ, അതായത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു അയച്ച ആൾക്ക് വേറെ ഒരു രീതിയിൽ വരണം, വൈറ്റ് കളറല്ല ബ്ലാക്ക് കളർ വേണം. അതുപോലെ തന്നെ നമ്മൾ അയച്ച മെസ്സേജിന് ഏത് കളർ വേണമെന്നൊക്കെ, അങ്ങനെ നിങ്ങൾക്ക് പല സംഭവങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കായിട്ട് ഒരു തീം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും, ഒരു പ്രീസെറ്റ് ആയിട്ട് തന്നെ നമുക്ക് വെക്കാൻ കഴിയും.
സോ അങ്ങനെ ഒരുപാട് കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. സോ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ട്രിക്ക് എന്ന് പറയാൻ പോകുന്നത്, ഏഴാമത്തെ ട്രിക്ക് എന്ന് പറയാൻ പോകുന്നത് സ്റ്റോറേജുമായിട്ടുള്ള ഒരു സംഭവമായിട്ടുള്ള ട്രിക്കാണ്. സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾ ടെലിഗ്രാം ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ ഡാറ്റ ആൻഡ് സ്റ്റോറേജ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്നാമതായിട്ട് സ്റ്റോറേജ് പാത്ത് എന്നൊരു ഓപ്ഷൻ കാണാം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക ഇൻറ്റേർണൽ മെമ്മറിയിലൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്റ്റേണൽ മെമ്മറിയൊക്കെ സേവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതാണ് ഇത് സ്റ്റോറേജ് പാത്ത് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എക്സ്റ്റേണൽ SD കാർഡിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ SD കാർഡിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ ഇത് തന്നെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റിക് മീഡിയ ഡൗൺലോഡ്, അതായത് മൊബൈലായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആകേണ്ടത് എന്നുള്ളത്, അതുപോലെ തന്നെ വൈഫൈ. സോ വാട്സപ്പിലൊരു സംഭവം തന്നെയാണ്, നിങ്ങൾക്കറിയായിരിക്കും. സോ ഇങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ആവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാടുണ്ട്. ഓട്ടോ പ്ലേ മീഡിയ എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യുന്ന ഒരു സംഭവം നിങ്ങൾക്ക് തടയാൻ കഴിയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. സോ അടുത്ത ട്രിക്കിലേക്ക് പോകാം. സോ അടുത്ത ട്രിക്ക്, എട്ടാമത്തെ ട്രിക്ക് എന്ന് പറയാൻ പോകുന്നത് വാക്കി ടോക്കി എന്നുള്ള ട്രിക്കാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പോലീസുകാരൊക്കെ ഉണ്ടാവും ഇങ്ങനെ വാക്കി ടോക്കി പോലെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ടെലിഗ്രാമിലൂടെ നമുക്ക് കോൺടാക്ട് ചെയ്യും. ഇപ്പം പുതുതായിട്ട് വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. കുറച്ച് പേർക്ക് ഇത് അറിയാവുന്നതായിരിക്കും. സോ നമ്മൾ സാധാരണ കോൾ ചെയ്യാറുണ്ടാകും. അത് കോൾ ചെയ്യുന്ന പോലെയല്ല, നിങ്ങൾ സാധാരണ നമ്മളെ വോയിസ് ഒക്കെ അയക്കുന്ന പോലെ ഇങ്ങനെ ഇവിടുന്ന് ഒരു വോയിസിൻ്റെ ബട്ടൺ ഉണ്ടാകും. അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിങ്ങനെ വോയിസ് അയക്കാം. അത് അയാൾ ആ ഒരു സമയത്ത് തന്നെ കേൾക്കുന്നുണ്ടാവും. സോ അയാൾക്കും ഇങ്ങനെ ആ ഒരു സംഭവം, ആ ഒരു മൈക്കിൻ്റെ ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ മെസ്സേജ് അയക്കാവുന്നതാണ്. സോ അങ്ങനെ ഒരു സംഭവമാണ്. സോ അതെങ്ങനെയാണ് പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലാണ് ഇത് ചെയ്യാൻ കഴിയുക. രണ്ടാളായിട്ട് തമ്മിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. സോ ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഒന്ന് കാണിച്ചു തരാം. ഒരു ഗ്രൂപ്പ് എടുക്കുക. ആ ഒരു ഗ്രൂപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ പ്രൊഫൈലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ 3 ഡോട്ട്സ് കാണാം. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ എനിക്ക് വോയിസ് ചാറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. സോ ആ ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. സോ ഇതുപോലെ ഇൻ്റർഫേസ് കാണാൻ കഴിയും. സോ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിൽ നിങ്ങൾക്ക് ആ ഒരു നടുവിലുള്ള ആ ഒരു സംഭവം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ യു ആർ ലൈവ് എന്നാണ്, അതായത് വോയിസ് അയക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അതിപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അയക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് ഓണാവും, പിന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് ഓഫ് ആവും. അതുപോലെ ക്ലിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ അടുത്ത അടിയിലായിട്ട് വേറൊരു ഓപ്ഷൻ കാണാം, സ്പീക്കർ എന്ന് പറഞ്ഞിട്ട്. സാധാരണ വിളിക്കുന്ന പോലെ തന്നെ സ്പീക്കർ ഓൺ ആക്കിയാൽ അതിൻ്റെ നമ്മൾ സ്പീക്കർ നിൽക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പീക്കർ നിൽക്കാം. ആ ഒരു സംഭവം തന്നെയാണ്. അടുത്തത് ലീവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഒഴിവാകാനുള്ളതാണ്. കുറേ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ട്രിക്കിൽ പോകാം. ഓക്കെ, സോ ഇനി അടുത്തെന്ന് പറയുന്നൊരു ട്രിക്കല്ല, ടെലിഗ്രാമിലുള്ളൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ ടെലിഗ്രാമിൽ ഇനി മുതൽ എനിക്ക് മൾട്ടി ഡിവൈസ് സപ്പോർട്ട് എന്നൊരു സംഭവമുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഈ ഫോണിൽ ഒരു നമ്പറിലൊരു അക്കൗണ്ട് ഉണ്ട്. ഇതേ അക്കൗണ്ടായിട്ട് എനിക്ക് വേറൊരു ഫോണിൽ ലോഗിൻ ചെയ്യാൻ കഴിയും. നമ്മൾ സാധാരണ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ലോഗിൻ ചെയ്യുമല്ലോ, ഒരു ഫോണിൽ ലോഗിൻ അടുത്ത ഫോണിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. അങ്ങനെ പല ഡിവൈസുകളിൽ നമുക്ക് ഇങ്ങനെ ലോഗിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ എൻ്റെ ഈ ഫോണിൽ ഒരു നമ്പറിലൊരു അക്കൗണ്ട് ഉണ്ട്. അതേ നമ്പർ തന്നെ ഈ ഫോണിലും ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ഫോണിലും ഇതേ നമ്പറിൽ അക്കൗണ്ട് ഉണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു ഫോണിൽ അയക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഫോണിൽ നിന്ന് എനിക്ക് അയക്കാൻ കഴിയും. സോ അങ്ങനെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ ഇപ്പോൾ എന്ത് അയക്കുന്നോ അത് തന്നെ അതിൽ ആ ഒരു മെസ്സേജ് വരികയും ചെയ്യും. സോ അങ്ങനെ ഒരു മൾട്ടി ഡിവൈസ് സപ്പോർട്ട് ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. വാട്സപ്പിൽ അത് വന്നിട്ടില്ല. വാട്സപ്പിൽ നിങ്ങളൊരു അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചാൽ ആദ്യത്തെ അക്കൗണ്ട് അങ്ങ് ഒഴിവായി പോകും, ആദ്യത്തെ ഫോണിലുള്ള അക്കൗണ്ട് ഒഴിവായി പോകും, രണ്ടാമത്തെ ഫോണിൽ വരും. സോ വാട്സപ്പിൽ പുതുതായിട്ട് ആ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന് പറയുന്നത്. എന്തായാലും ടെലിഗ്രാമിൽ ഇപ്പോൾ ആ ഒരു സംഭവം ഉണ്ട്. അറിയാത്തവർക്ക് വേണ്ടി എന്ന് പറഞ്ഞതാണ്. അടുത്ത ട്രിക്കിലേക്ക് പോകാം. അടുത്തെന്ന് പറയുന്നത് ഞാനിപ്പം പറഞ്ഞ സംഭവമായിട്ടുള്ള ഒരു ബന്ധമായിട്ടുള്ള സംഭവമാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ടെലിഗ്രാമിൽ എൻ്റെ ഈ ഒരു ടെലിഗ്രാമിലെ ആപ്പിൽ എനിക്ക് 2 അക്കൗണ്ട് അല്ലെങ്കിൽ 3 അക്കൗണ്ട് വരെ എനിക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതിപ്പോൾ നമ്മൾ സാധാരണ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്ത് നമുക്കിങ്ങനെ വേറെ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതും ലോഗിൻ ചെയ്ത് നമുക്കിങ്ങനെ സ്വിച്ച് ചെയ്യാൻ കഴിയും, അക്കൗണ്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് ടെലിഗ്രാമിലും സ്വിച്ച് ചെയ്യാൻ കഴിയും. എനിക്കിപ്പോൾ ഇതിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, നമ്പർ ഉണ്ട്, എനിക്ക് വേറെ നമ്പർ ഇതിൽ ലോഗിൻ ചെയ്യാൻ കഴിയും, വേറെ നമ്പർ, അങ്ങനെ നിങ്ങൾക്ക് കുറേ നമ്പറുകൾ എനിക്ക് ഇതിൽ ലോഗിൻ ചെയ്ത് വെക്കാൻ കഴിയും. സോ അങ്ങനെ സംഭവമുണ്ട്. ആ സംഭവം എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ടെലിഗ്രാം ഓപ്പൺ ആക്കുക. അതിനുശേഷം നിങ്ങൾ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ നമ്പർ കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആഡ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം.
അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ചോദിക്കും. അങ്ങനെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. എത്ര അക്കൗണ്ട് ആണെങ്കിൽ ലോഗിൻ ചെയ്യാം. അതിന് ലിമിറ്റ് എത്രയാണെന്ന് അറിയില്ല. എന്തായാലും ഒരു 4 അതിന് കൂടുതലും നിങ്ങൾക്ക് എന്തായാലും ആഡ് ചെയ്യാൻ കഴിയും. സോ ഇനി അടുത്ത ട്രിക്കിലേക്ക് പോകാം. സോ ഇനി അടുത്ത 10ാമത്തെ ട്രിക്കും അവസാനത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ട്രിക്കാണ്. സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാട്സപ്പിലുള്ള മെസ്സേജസൊക്കെ നിങ്ങൾക്ക് ടെലിഗ്രാമിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ രീതിയിൽ ആ സെയിം സംഭവം തന്നെയാണ് ഈ ഒരു ടെലിഗ്രാമിൽ കാണാൻ കഴിയുക. ഞാൻ വാട്സപ്പിൽ എന്തൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടോ അതേ സംഭവം തന്നെ നിങ്ങൾക്ക് ടെലിഗ്രാം അതേ രീതിയിൽ തന്നെ ഇവിടെ കാണാൻ കഴിയും. എന്തൊക്കെ സ്റ്റിക്കേഴ്സ് അയച്ചിട്ടുണ്ട് അതേ സ്റ്റിക്കർ തന്നെ അതേ ഇമോജി തന്നെ ഇതിൽ വന്നിട്ടുണ്ടാവും. വീഡിയോസ് അയച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് അവിടെ കാണാൻ കഴിയും. സോ ഇങ്ങനെ നിങ്ങൾക്ക് വാട്സപ്പിലെ മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ടെലിഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. സോ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ആക്കിയ ശേഷം ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് എടുക്കുക. ഞാനിപ്പോൾ ഒരാളെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് എടുക്കാം. ഞാനിപ്പോൾ ഒരു കോൺടാക്റ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ആ കോൺടാക്റ്റ് എടുത്തതിന് ശേഷം ലൈറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, പ്രശ്നമില്ല. നിങ്ങൾ ആ കോൺടാക്റ്റ് എടുത്ത ശേഷം ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് മോർ എന്ന ഓപ്ഷൻ കാണാം. ആ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചാറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഇൻ്റർഫേസ് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിത്തൗട്ട് മീഡിയ ഉണ്ട്, വിത്ത് മീഡിയ ഉണ്ട്. അതായത് നിങ്ങൾക്ക് വീഡിയോസും ഓഡിയോസും നിങ്ങൾക്ക് ടെലിഗ്രാമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. അല്ല അത് വേണ്ട മെസ്സേജസും ഇമോജീസും മാത്രം ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ വിത്തൗട്ട് മീഡിയ ആണ് സെലക്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. അത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നടക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അത് സെലക്ട് ചെയ്ത് തന്നെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ടെലിഗ്രാം എന്നുള്ള ആ ഒരു സംഭവം നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ടെലിഗ്രാം ക്ലിക്ക് ചെയ്യുന്ന ശേഷം അതിലേക്ക് പോകും. അതിൽ നിങ്ങൾക്ക് വേണ്ട ഒരു സംഭവം കോൺടാക്റ്റിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ വാട്സപ്പിലുള്ള ആ ഒരാൾ തന്നെ എനിക്കിപ്പോൾ ടെലിഗ്രാമിലും ഉണ്ട്. സോ അതിലേക്ക് ആ ഒരാളെ കോൺടാക്റ്റിലേക്ക് ഞാനിപ്പോൾ സേവ് ചെയ്യുകയാണ്. അയാൾക്ക് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ കാണാം. ആ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് കാണാം. ഇപ്പോൾ ഞാൻ മെസ്സേജസ് മാത്രം അയച്ചുകൊണ്ട് നല്ല ഫാസ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഞാനിപ്പോൾ ഇവിടെ അയച്ചിട്ടുള്ള സംഭവം തന്നെ കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാകും. ഞാനിപ്പോൾ സൈഡ് ബൈ സൈഡായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടാകും. കറക്റ്റ് ആ ഒരു സംഭവം തന്നെ സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ഫോട്ടോസും വീഡിയോസും ഞാൻ ഇമ്പോർട്ട് ചെയ്തില്ല. അത് നിങ്ങൾക്ക് അവിടെ മീഡിയ അങ്ങനെ സംഭവം കാണാൻ കഴിയും. മീഡിയ ഓമിറ്റഡ് നാട്ടി ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ കാണാൻ കഴിയും. അതേ ഇമോജി അതേ മെസ്സേജ് അതേ സംഭവം നിങ്ങൾക്ക് എല്ലാം സെയിം ആയിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ വാട്സപ്പിൽ നിന്ന് ടെലിഗ്രാമിലേക്ക് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ഉപകാരമാണ്. സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വാട്സപ്പിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ അതവിടെ തന്നെ ഉണ്ടാവും. മെസ്സേജസ് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ വാട്സപ്പിൽ നിന്ന് ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ആയാലും ടെലിഗ്രാമിൽ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പം നോക്കിയാലും ആ ഒരു മെസ്സേജ് അവിടെ തന്നെ ഉണ്ടാവും. സോ കുറച്ചും കൂടി നിങ്ങൾക്ക് സ്പേസ് ഒക്കെ ആക്കാൻ കഴിയും. അതുപോലെ തന്നെ സെക്യൂർ ആണ് കുറച്ചും കൂടി. സോ ഇത്രയൊക്കെയാണ് ടെലിഗ്രാമിലെ 10 കിഡിലൻ ട്രിക്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഇതിലേതാണ് ട്രിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ അതിൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ഒരു ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ എൻ്റെ ചാനലിൻ്റെ അനലറ്റിക്സ് സെഷൻ നോക്കിയപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞതാണ്. അനലറ്റിക്സ് സെഷൻ നോക്കിയപ്പോൾ വന്നതെന്ന് വെച്ചാൽ അതിൽ ഏകദേശം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തു എന്നല്ലാതെ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ല. സോ അങ്ങനെ ക്ലിക്ക് ചെയ്യാതെ നിന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തില്ല. സോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ വീഡിയോസിനൊന്നും വ്യൂസ് ഇപ്പം വരുന്നില്ല. സോ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.